ശ്രീ പി എം നാരായണൻ, ട്രംപ് UN പറഞ്ഞതാണ്, ഞാൻ 7 മാസത്തിനിടെ 7 യുദ്ധം അവസാനിപ്പിച്ചു, എന്തിനാണ് UN പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതാണ്, പിരിച്ചു വിട്ടുകൂടെ എന്ന് ചോദിച്ചതാണ്. അതേപോലെ ഒരു അഭിപ്രായം പറഞ്ഞ ഒരാൾ പിന്നെ നമ്മുടെ പാനലിസ്റ്റായ നിർമ്മൽ എബ്രഹാമാണ്. ഇപ്പോൾ ട്രംപാണ് ഈ സീസ് ഫയറിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നത്. ഈ സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്താൻ 20-ദിന പദ്ധതി നിർദ്ദേശിക്കുന്നതും പിന്നീട് അത് നടപ്പാക്കുന്നതും അതിൻ്റെ ചർച്ചകൾ നടത്തുന്നതും ഈജിപ്തിലേക്ക് എത്തുന്നതും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്രായേലിലേക്ക് അഡ്വൈസറെയും മറ്റും അയക്കുന്നതും JD വാൻസിനെയൊക്കെ അയക്കുന്നതും ഒക്കെ ട്രംപാണ്. എല്ലാ ഘട്ടത്തിലും ഇടപെടുന്നത് ട്രംപാണ്. എന്താണ് UN ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഈ ഘട്ടത്തിലെങ്കിലും ഇടപെടാൻ കഴിയാത്തതും, അല്ലെങ്കിൽ ഈ സമാധാന പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഈ ട്രംപിന്റെ യുദ്ധം നിർത്താനുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് യാതൊരു സംശയവും എനിക്കില്ല. വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പല യുദ്ധങ്ങളുടെയും ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതും കൂടെ ഒരു പ്രശ്നമാണ്. ഈ അറബ് അല്ലെങ്കിൽ ഇസ്രായേൽ ഇഷ്യൂ എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു ചർച്ചയും തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. കടുത്ത ജൂത വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവിടെ നിലനിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് തർക്കത്തിന് യാതൊരു ഒരു സ്കോപ്പുമില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ ഈ ബോംബെ അറ്റാക്കിന്റെ സമയത്ത് ഈ ബോംബെയിലേക്ക് വന്ന തീവ്രവാദികൾ ഈ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്യുകയും ബോംബെയിൽ എത്രയോ വേറെ ബിൽഡിങ്ങുകളുണ്ട്, അതൊന്നും നോക്കാതെ ഒരു ജൂത കെട്ടിടത്തെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് അതിൽ 5 പേരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു 2008. ഈ രണ്ട് സമൂഹങ്ങൾക്കിടയിലുള്ള ജൂത വിരോധത്തിന്റെ അല്ലെങ്കിൽ അറബ് വിരോധത്തിന്റെ, ഇത് പരസ്പരമാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്തല്ല, അറബ് വിരോധത്തിന്റെ ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ബാഗേജ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഈ വസ്തുത പലപ്പോഴും ട്രംപിന് അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അദ്ദേഹം വിചാരിക്കുന്നത് ഒരു ഡീലിലൂടെ, ഞാനൊരു ഡീൽ മേക്കർ ആണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരു ഡീലിലൂടെ അല്ലെങ്കിൽ ഒരു 20-ദിന പരിപാടിയിലൂടെ ഇത്തരം സംഘർഷങ്ങളെല്ലാം ഉപയോഗിക്കാമെന്നുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ട്രംപിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും യുദ്ധങ്ങൾ നിർത്തേണ്ട താല്പര്യങ്ങളുണ്ട്, അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പം ഈ മേഖലയിലെ യുദ്ധങ്ങൾ നിർത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റും വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾക്കും റിയൽ എസ്റ്റേറ്റിനും ഒക്കെ സാധ്യത അദ്ദേഹം മുന്നോട്ട് കാണുന്നുണ്ട്. മേ ബി ട്രംപിന്റെ ഈ യുദ്ധം നിർത്തിയാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള കാൽക്കുലേഷൻസ് വേറെ ഉണ്ടെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്താനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഇനീഷ്യേറ്റീവ്സും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വലിയൊരു പരിധി വരെ അദ്ദേഹം അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളെങ്കിലും കുറെ പേരെങ്കിലും കൊല്ലപ്പെടാതിരുന്നിട്ടുണ്ട് ആ മേഖലയിൽ. ഇത് മാത്രവുമല്ല, ഇപ്പൊ നമുക്ക് ഈ മേഖലയിലെ തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ ഹമാസ് ആയുധം താഴെ വെച്ച് പിൻവാങ്ങി എന്ന് തന്നെ കരുതുക. ഈ അറബ് മേഖല ഈ ഹമാസിനെ, ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ബാക്ക് ഡോറിലൂടെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഈ ടെററിസ്റ്റുകളൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് ഒരു ഉദാഹരണം പറയാം. 3 വർഷം ഇവർ ഒളിഞ്ഞിരുന്ന് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇപ്പം താലിബാൻ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 20 വർഷം 40 രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു താലിബാനെതിരെ. അവസാനം അമേരിക്ക 20 വർഷം യുദ്ധം ചെയ്തതിന്റെ ഗുണം മുഴുവൻ 20 ദിവസം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചാണ് താലിബാൻ അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ വികാരത്തെ നമ്മൾ അത്ര ചെറുതായി കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹമാസിനെ, ഞാനതാണ് ആദ്യം പറഞ്ഞത്, ഹമാസിനെ ഒതുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹമാസിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അറബ് മേഖല വിചാരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഖത്തറിനായിരിക്കാം, അല്ലെങ്കിൽ ടർക്കിക്കായിരിക്കാം, ബാക്കിയുള്ള രാജ്യങ്ങൾക്കാണ്, പാകിസ്ഥാനായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു നീക്കം അറബ് മേഖലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് കൊടുക്കുന്ന ഉറപ്പിനേക്കാൾ കൂടുതൽ ഒരു കംഫർട്ട് ഹമാസിന് കൊടുക്കാൻ പറ്റും. ഹമാസ് എന്നുള്ളത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലല്ല. അതിന് നമുക്ക് വേറെ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഇനീഷ്യേറ്റീവ്സിന്റെ ആവശ്യമുണ്ടാവും. ഇതിന്റെ ഒരു മിസ്സിംഗ് ഞാൻ ഈ മേഖലയിലെ ഇപ്പോൾ കാണുന്ന പ്രശ്നത്തിന് മുമ്പിൽ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.